കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ രേഖപ്പെടുത്തിട്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുവാനായിട്ട് താല്പര്യത്തോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വേദപഠനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ തൻ്റെ ആത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെക്കുറിച്ച് നാം പഠിക്കുകയാണ്. അതിൽ ഇന്ന് നാം പഠിക്കുന്നത് ശിഷ്യന്മാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബ് അപ്പോസ്തലനെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി ധാരണകൾ നൽകിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായ ധാരണ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യാക്കോബിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് സെബദിയുടെ മകനായ യാക്കോബ് എന്നാണ്. പിതാവിൻ്റെ പേര് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ യോഹന്നാനാണെന്നും വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടിക നാം പഠിക്കുമ്പോൾ അവിടെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള ചില വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ ഇവരുടെ പേര് വിവരം വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. യാക്കോബ് എന്ന പദത്തിൻ്റെ അർത്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത് കുതികാലിൽ പിടിച്ചവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മലയാളത്തിലേക്ക് വരുമ്പോൾ കുതികാലിൽ പിടിച്ചവൻ, ഏതാണ്ട് ആ പേര് പോലെ തന്നെ സുവിശേഷ കോളത്തിൽ വളരെ ശക്തമായിട്ട് അധ്വാനിച്ച ഒരു വ്യക്തിയാണെന്ന് കൂടി ആ പേരിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ലിസ്റ്റ് നാം പഠിക്കുകയാണെങ്കിൽ അവിടെ 2 യാക്കോബുമാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. 2 യാക്കോബുമാരിൽ ഒന്ന് അൽബയുടെ മകൻ യാക്കോബ്, മറ്റൊന്ന് ഇപ്പോൾ നാം പഠിക്കുന്ന സെബദിയുടെ മകൻ യാക്കോബ്. ഇങ്ങനെ 2 യാക്കോബുമാരെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ട്. ഈ സെബദിയുടെ മകൻ യാക്കോബിന് വലിയ യാക്കോബ് എന്ന മറ്റൊരു പേര് കൂടി തിരുവെഴുത്തുകളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മുമ്പേ പഠിച്ചല്ലോ ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് യോഹന്നാനെന്ന്. അപ്പോസ്തലനായ യോഹന്നാനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തുകൊണ്ടും യാക്കോബിനെക്കാട്ടിലും ക്രൈസ്തവ ഗോളത്തിൽ ഉയർന്ന സ്ഥാനം തന്നെ യോഹന്നാനുണ്ട്. ക്രൈസ്തവ ഗോളത്തിൽ ഉയർന്ന സ്ഥാനം യോഹന്നാന് ഉണ്ട് എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും അധികം അധ്വാനിക്കുകയും മുൻനിരയിൽ നിൽക്കുകയും ചെയ്തത് യാക്കോബ് തന്നെയാണെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ നേതൃത്വത്തിൻ്റെ മികവ് കൊണ്ടും ശുശ്രൂഷയുടെ മികവ് കൊണ്ടും തന്നിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുവാനുള്ള ഒരുക്കവും ഉള്ളതുകൊണ്ട് മാത്രമാണ് യാക്കോബ് എന്തുകൊണ്ടും മുൻപിലാണെന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെട്ടത്. ഇവിടെ യാക്കോബിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരട്ടെ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യാക്കോബിനെ കാണുന്നത് ക്രിസ്തീയ ഗോളത്തിൽ ആദ്യത്തെ രക്തസാക്ഷി നാം വേദപുസ്തകത്തിൽ പഠിക്കുന്നത് നമുക്കറിയാം. 1-ാം നൂറ്റാണ്ട് കാലത്ത് പീഡനത്തിന് ഇരയായി മരിക്കപ്പെട്ട് ആമേൻ കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കാണുവാനിടയായ സ്തേഫാനോസാണ്. എങ്കിൽ പോലും ശിഷ്യന്മാരുടെ ഗണത്തിൽ 12 ശിഷ്യന്മാരടങ്ങുന്ന ആ ഗണത്തിൽ ആദ്യം രക്തസാക്ഷിയായി തീരുന്നത് യാക്കോബാണ്. യാക്കോബിൻ്റെ മരണം വിശുദ്ധ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന് നമുക്ക് യാക്കോബിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യാക്കോബിൻ്റെ കുടുംബം അല്ലെങ്കിൽ യാക്കോബിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് പത്രോസും അന്ത്രയോസുമൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട ബെത്സയിദ നാട് തന്നെയാണ്. ഗലീല കടൽ തീരത്ത് ഒരു ചെറിയ പ്രദേശമാണ് ബെത്സയിദ. യാക്കോബിൻ്റെ പിതാവിൻ്റെ പേര് സെബദി എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ശലോമ എന്നുമാണ്. ഈ യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. യേശുക്രിസ്തുവിൻ്റെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം അവർക്ക് ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയയുടെ സഹോദരി കൂടിയായിരുന്നു യാക്കോബിൻ്റെ അമ്മ ശലോമ. അങ്ങനെ ഇവർ 2 പേരും സഹോദരിമാരായിരുന്നത് കൊണ്ട് പരസ്പരം കാണുകയും ഭവനങ്ങളിൽ സന്ദർശനം നടത്തുകയും നല്ല സഹോദര്യ ബന്ധത്തിൽ തുടരുകയും ചെയ്യുന്ന കുടുംബങ്ങളായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ചെറുപ്പം മുതലേ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് യാക്കോബ് അപ്പോസ്തലൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എങ്കിൽ പോലും മറ്റൊരു വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യാക്കോബിന് മേലുള്ള യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനം,
യാക്കോബ് യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് പുറപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഒരല്പം താമസിച്ചാണ്. യേശുക്രിസ്തുവിനുമായിട്ട് അത്രയും ആ കുടുംബവുമായിട്ട് അത്രയും ബന്ധമുണ്ടായിട്ട് കൂടി വളരെ താമസിച്ച് തന്നെയാണോ യാക്കോബ് ആ യേശുക്രിസ്തുവിൻ്റെ വിളി കേൾക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതും ഒരത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് നാം പഠിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ പത്രോസും തൻ്റെ സുഹൃത്തുക്കളും ഒപ്പം യാക്കോബും സഹോദരനും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും ലഭിക്കാതിരിക്കുന്ന അവസരത്തിൽ യേശുക്രിസ്തു ഇവരെ കാണുവാനിടയായിത്തീർന്നു. യേശുക്രിസ്തു കൂടിയിരുന്ന ജനത്തോട് സുവിശേഷം പറഞ്ഞതിന് ശേഷം ഈ ശിഷ്യന്മാരെ യേശുക്രിസ്തു താൻ കാണിക്കുന്നിടത്തേക്ക് വലയിറക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തു കാണിക്കുന്നിടത്തേക്ക് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടുകയും പത്രോസിനെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കുവാൻ ആ വലിയ അത്ഭുതം മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയും ചെയ്തതായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അവിടെ നടക്കുന്ന മറ്റൊരു സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബെദി മക്കൾക്കും ആ വണ്ണം തന്നെ. യേശു ശിഷ്യൻ ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടക് വിട്ട് യേശുവിനെ അനുഗമിക്കുകയാണ്. ശീമോൻ പത്രോസ് മാത്രമല്ല അനുഗമിക്കുന്നത്. അപ്പോൾ തന്നെ ഈ അത്ഭുതം നടക്കുമ്പോൾ തന്നെ ശീമോൻ പത്രോസ് മാനസാന്തരപ്പെടുമ്പോൾ തന്നെ യാക്കോബും യോഹന്നാനും മാനസാന്തരപ്പെടുകയാണ്. എത്രയോ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനമാണ്, എത്രയോ അത്ഭുതകരമായിരിക്കുന്ന ദൈവവിളിക്ക് അവർ ഉപയോഗപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. അപ്പോൾ യാക്കോബ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും യേശുക്രിസ്തുവിനോടുകൂടെ നടക്കുകയും ചെയ്യുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനാണ് യാക്കോബെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ, യേശു ഏറ്റവും അധികം ആത്മാർത്ഥമായി തന്നോടുകൂടെ നടത്തുകയും യേശു ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് മറ്റു ശിഷ്യന്മാർക്ക് സാക്ഷ്യം വഹിക്കാത്ത പലയിടങ്ങളിലും ഈ യാക്കോബിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതാ ഇവിടെ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യേശു ചെയ്ത അത്ഭുതങ്ങൾ കാണുവാൻ യാക്കോബിന് ഭാഗ്യമുണ്ടായി, എന്നാൽ എല്ലാവർക്കും ഉണ്ടായില്ല. ചില ശിഷ്യന്മാർക്ക് ഭാഗ്യമുണ്ടായി. യേശുക്രിസ്തു യാക്കോബിനെ തൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുകയും യേശുക്രിസ്തു യാക്കോബിനെ ഏറ്റവും സ്നേഹിക്കുകയും തന്നെയുമല്ല, വരുവാനിരിക്കുന്ന പീഡനത്തിൽ, വരുവാനിരിക്കുന്ന ആ വലിയ ഉപദ്രവത്തിൽ ഇവർ നിലനിൽക്കേണ്ടതിന് വിശ്വാസത്തിൻ്റെ ഉറപ്പിനും വേണ്ടി യേശു കർത്താവ് ഇവരെ തങ്ങളോട് കൂടെ നടത്തുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ചില സംഭവങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവയെ സ്ഥാപിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ അവിടെ യാക്കോബിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ അത്ഭുതം നേരിട്ട് കാണുവാൻ യാക്കോബിന് കഴിഞ്ഞതായി തിരുവെഴുത്തുകൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത്തെ അത്ഭുതമെന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരത്ഭുതവും അതിന് പങ്കാളിത്തം സാക്ഷ്യം വഹിപ്പാൻ യാക്കോബിന് കഴിഞ്ഞതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വായിക്കാം, ശ്രദ്ധയോടെ ഇരിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 49 മുതൽ 51 വരെ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, നിൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടാണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. ഇവിടെ നാം കാണുന്ന ആ 8-ാം അധ്യായത്തിൽ 3 അത്ഭുതങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ആ ആദ്യത്തെ അത്ഭുതവും എന്നാൽ അവസാനം അതിൻ്റെ പ്രവൃത്തി നടക്കുന്ന ഒരത്ഭുതമാണ് യായിറൂസിൻ്റെ മകൾ മരിക്കുന്ന അനുഭവം. യേശുക്രിസ്തു അവളെ സൗഖ്യമാക്കുവാൻ വേണ്ടി പോകുമ്പോൾ 12 സംവത്സരമായി രക്തസ്രാവത്തിന് അടിമപ്പെട്ട സ്ത്രീ സൗഖ്യപ്പെടുന്ന ഒരു സംഭവം അതേ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം
ഇവർ അത് യായിറൂസിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. യായിറൂസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ യായിറൂസിൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇനി യേശുവിനെ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിൻ്റെ മകൾ മരിച്ചുപോയി. പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരനുഭവം, പ്രതീക്ഷ ഇല്ലാതെയായി തീരുന്ന ഒരനുഭവം. ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, ഒരല്പം ജീവനുണ്ട്, അവൾ രക്ഷപ്പെടുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അതുപോലുമില്ല, അവൾ മരിച്ചിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ യേശു കർത്താവ് യായിറൂസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു കൊച്ചു സന്ദേശം ഞാനിപ്പോൾ കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട് ഒന്നും നേടുവാൻ ഇനി കഴിയത്തില്ല, എൻ്റെ ജീവിതം തകർന്നിരിക്കുന്നുവെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. യേശു കർത്താവ് യായിറൂസിനോട് പറയുന്നത് ഇങ്ങനെയാ, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൽ ഉറച്ചു നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഒരിക്കലും ആ ഭയത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന സന്ദേശം അവിടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ യേശു ക്രിസ്തു യായിറൂസിനെ പറഞ്ഞ് ബലപ്പെടുത്തിയതിന് ശേഷം ഇതാ ഈ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്ന 3 ശിഷ്യന്മാരെയും കൂട്ടി ഈ മരിച്ചു കിടക്കുന്ന മകളുടെ അടുക്കിലേക്ക് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് യാക്കോബിനെയും കൂട്ടി യേശു ക്രിസ്തു ആ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. അവളെ യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് സാക്ഷ്യം വഹിപ്പാൻ യാക്കോബിന് കഴിഞ്ഞു. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഇവിടെ നാം കാണുന്നു മറുരൂപ മലയിലെ സംഭവമാണ്. യേശു ക്രിസ്തു മറുരൂപ മലയിൽ രൂപാന്തരപ്പെടുന്ന അനുഭവം, ഒരു മഹത്വമേറിയ കാഴ്ച, തേജസ്കരിക്കപ്പെടുന്നൊരു കാഴ്ച അവിടെ നടക്കുകയാണ്. ഇത് കാണുവാൻ യാക്കോബ് അവിടെയുണ്ട്. വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം കാണുവാൻ യാക്കോബിന് കഴിഞ്ഞു. മറ്റൊന്ന് ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയുടെ സമയത്താണ്. നീറുന്ന വേദന ഉള്ളിലൊതുക്കി യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും യാക്കോബ് യേശു ക്രിസ്തുവിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ 3 സംഭവങ്ങളും അല്ലെങ്കിൽ ഈ 4 സംഭവങ്ങളും നാം പഠിക്കുന്ന സംഭവങ്ങളിൽ എല്ലാം തന്നെ യാക്കോബിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്താണ് കാരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ യാക്കോബ് ഏറ്റവും അധികം കഷ്ടം സഹിക്കേണ്ടവനായതുകൊണ്ട് യേശു ക്രിസ്തു ഇതിലൂടെ ചില ഉറപ്പ് അവന് നൽകുകയാണ്. ഒന്നാമത്തെ ഉറപ്പ് എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ഉറപ്പെന്ന് പറയുന്നത് യായിറൂസിൻ്റെ മകളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. അത് നമുക്ക് നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ അന്ന് യാക്കോബിന് നൽകിയ സന്ദേശം, യാക്കോബ് നീ ഭാരപ്പെടേണ്ട, മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നവനാണ് നിൻ്റെ ഗുരു എന്ന സന്ദേശം യാക്കോബിന് ലഭിക്കുകയാണ്. അടുത്തത് നാം കാണുന്നത് മറുരൂപമലയിലെ തേജസ്കരണമാണ്. യാക്കോബേ, നീ ഭാരപ്പെടേണ്ട, നിൻ്റെ ശരീരം ചീഞ്ഞളിഞ്ഞാലും ഒരിക്കൽ നീ ഇതുപോലെ തേജസ്കരിക്കപ്പെടും എന്ന ഉറപ്പ് യാക്കോബിന് ലഭിച്ചു. മൂന്നാമതെന്ന് പറയുന്നത് ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. ഏത് കഷ്ടതയുടെയും നടുവിൽ നിലനിൽക്കുവാൻ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന വളരെ അനിവാര്യമാണെന്ന് യേശു ക്രിസ്തു യാക്കോബിന് പറയുകയും ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ യാക്കോബിനെ യേശു ക്രിസ്തു അത്യധികമായി സ്നേഹിക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹമെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും യാക്കോബിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളുടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 56 വരെ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം അത് മുമ്പേയും ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായല്ലോ. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ അത്ഭുതത്തിന് ഇവൻ സാക്ഷിയാകുകയാണ്. യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. എന്നാൽ യേശു ക്രിസ്തു പോകുന്നതിന് മുമ്പേ ശമര്യയിൽ അല്പസമയം വിശ്രമിപ്പാൻ വേണ്ടി ആഗ്രഹിച്ചു. തനിക്ക് ആരെങ്കിലും അതേ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി യേശു ക്രിസ്തു വളരെ താല്പര്യത്തോടു കൂടി ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരാരും തന്നെ സ്ഥലം ഒരുക്കാതെ ഇരിക്കുമ്പോൾ യാക്കോബ് വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഗുരു, ഈ ശമര്യയിലുള്ളവരാരും തന്നെ നിനക്ക് സ്ഥലം ഒരുക്കാത്തത് കൊണ്ട് നീ പണ്ട് ഏലിയാവ് ചെയ്തതുപോലെ ഇവിടെയുള്ളവരെ ആകാശത്തു നിന്ന് തീയിറക്കി ദഹിപ്പിക്കുവാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഒരുപക്ഷെങ്കിൽ യേശുവിനെ അറിഞ്ഞപ്പോൾ വിട്ടുകളയേണ്ടിയിരുന്ന ഒരു സ്വഭാവ ദൂഷ്യം അവിടെ വെളിപ്പെടുകയാണ്. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. പലപ്പോഴും നാം അറിയാതെ ഉള്ളിലൊതുക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ അത് വെളിപ്പെട്ടു വരുന്ന ചില സമയങ്ങൾ ഉണ്ടായിരിക്കും. ഞാനൊരു കഥ കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രായമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വളരെ ദേഷ്യം, അദ്ദേഹത്തിന് ഭാര്യയോട് കുഞ്ഞുങ്ങളോടുമൊക്കെ വളരെ ദേഷ്യത്തോടു കൂടി പെരുമാറുന്നൊരു വ്യക്തി. ആ ദേഷ്യം മാറാൻ വേണ്ടി അദ്ദേഹത്തെ ധ്യാനത്തിന് വിട്ടു.
ധ്യാനം കഴിഞ്ഞ് അദ്ദേഹം 1 മാസം കഴിഞ്ഞ് ഭവനത്തിൽ വന്നപ്പോൾ കൊച്ചു ചോദിക്കുകയാണ്, അപ്പച്ചൻ്റെ ഇപ്പോൾ ദേഷ്യമൊക്കെ മാറിയോ? അദ്ദേഹം പറഞ്ഞു, മകനെ എൻ്റെ ദേഷ്യമെല്ലാം മാറി. രണ്ടാമത് ചോദിച്ചു, അപ്പച്ചൻ്റെ ദേഷ്യം മാറിയോ? അന്നേരം പറഞ്ഞു, മകനെ എൻ്റെ ദേഷ്യം മാറി. മൂന്നാമതും ഈ കൊച്ചു ചോദിച്ചു, അപ്പച്ചൻ്റെ ദേഷ്യം മാറിയോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ ദേഷ്യം മാറിയെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതുപോലെ തന്നെ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ദൂഷ്യ സ്വഭാവങ്ങൾ യാക്കോബിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ യേശു ക്രിസ്തു യാക്കോബിനെ ശാസിക്കുന്ന അനുഭവം നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതലുള്ള 28 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് സെബെദെപുത്രന്മാരുടെ അമ്മ ശലോമ വന്ന് യേശു ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നീ ഇരിക്കുന്ന സിംഹാസനത്തിൽ, അല്ലെങ്കിൽ നീ ഇരിക്കുമ്പോൾ നിൻ്റെ വലതുവശത്തും നിൻ്റെ ഇടതുവശത്തുമായ 2 സൈഡിലും യാക്കോബിനെയും യോഹന്നാനെയും ഇരുത്തണമേ എന്ന് ചോദിക്കുന്നുണ്ട്. യാക്കോബ് അമ്മയെ വിലക്കിയില്ല, അമ്മ അങ്ങനെ ചോദിക്കരുതെന്ന് യാക്കോബ് പറഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതെ, പലപ്പോഴും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ളൊരു വാഞ്ച യാക്കോബിൻ്റെ ഹൃദയത്തിലുണ്ടായോ എന്ന സംശയം ഇവിടെ ഉടലെടുക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ പാനപാത്രം, എൻ്റെ കഷ്ടതയുടെ പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് പറയുന്നു, ഞങ്ങൾക്ക് കഴിയും. യേശു പറയുന്നു, എൻ്റെ കഷ്ടതയുടെ പാനപാത്രം കുടിക്കുന്നവർ എൻ്റെ 2 വശത്തും ഇരിക്കും എന്ന് യേശു ക്രിസ്തു മറുപടി പറയുകയാണ്. ഇവിടെ ആളുടെ പെരുപ്പത്തിലോ സമ്പത്തിൻ്റെ വലിപ്പത്തിലോ അല്ല, പിന്നെയോ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടത സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരെയാണ് അവൻ തൻ്റെ വശങ്ങളിൽ ഇരുത്തുന്നതെന്ന് യേശു ഉറപ്പ് പറയുകയാണ്. അവൻ്റെ കഷ്ടത ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവരെയാണ് അവൻ മാനിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി മറ്റൊരു വസ്തുത കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിൻ്റെ മരണം സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യം സംബന്ധിച്ച് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. അക്കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു എന്ന്. AD 42 ഹെരോദാ രാജാവിൻ്റെ ആ ജീവിതത്തിൻ്റെ അവസാന സമയം അദ്ദേഹം സഭയെ പീഡിപ്പിക്കുമ്പോൾ, ആ സഭയെ പീഡിപ്പിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പ്രിയപ്പെട്ടവരോട് നാം കാണുകയാണ്, യാക്കോബിനെ സഭയുടെ ആദ്യ വളർച്ചയുടെ കാലഘട്ടത്തിൽ തന്നെ യാക്കോബിനെ കൊന്നുകളയുന്നതായി കാണുന്നു. യാക്കോബിനെ കൊന്നുകളയുന്നതായി അവിടെ കാണുകയാണ്. ആ യാക്കോബിനെ കൊല്ലുന്നത്, അതേ, ആ ചരിത്ര പുസ്തകം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വയറിലൂടെ വാൾ കയറ്റി ഇറക്കി വളരെയധികം വേദനിപ്പിച്ചാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രലേഖനം നാം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു. യേശു കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ, യേശു കർത്താവിനോട് നിലനിൽപ്പാൻ യാക്കോബ് ഒരുക്കമായി. ഹെരോദാ രാജാവിൻ്റെ കാലത്തു തന്നെ താൻ അറിഞ്ഞിരുന്ന മഹത്വമേറിയ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ തക്കവണ്ണം യാക്കോബ് അപ്പോസ്തലന് കഴിയുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലായിരിക്കും നമുക്ക് എത്രത്തോളം അതിന് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് കഷ്ടം സഹിപ്പാൻ ഈ ശിഷ്യന്മാരെല്ലാം തയ്യാറായി. ഈ ശിഷ്യന്മാരെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി വേദന സഹിപ്പാൻ, പീഡനം അനുഭവിപ്പാൻ തയ്യാറായി. അവരെ പീഡിപ്പിച്ചവരോട് കോപിക്കുകയോ അവരോട് വിദ്വേഷം കാണിക്കുകയോ ചെയ്യാതെ, ആമേൻ, അത് ഈ ലോകത്തിലെ പൗരത്വമേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ, സ്വർഗത്തിലൊരു പൗരത്വം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ കഷ്ടത ഏറ്റെടുക്കുവാൻ, ആ പീഡനം ഏറ്റെടുക്കുവാൻ ഈ യാക്കോബിനെ പോലെയുള്ള അപ്പോസ്തലന്മാർ തയ്യാറാകുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ യാക്കോബിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, നാം ആയിരിക്കുന്നൊരു കാലഘട്ടത്തിലാണിപ്പോൾ. യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കാലവും കാലഗതികളും അവൻ്റെ വരവിനെ വിളിച്ചോതുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് യാക്കോബിനെ പോലെ നിലനിൽക്കുവാനായിട്ട് കഴിയും? എത്ര പേർക്ക് യാക്കോബിനെ പോലെ ഒരു രക്തസാക്ഷിയായി തീരുവാൻ കഴിയും? എത്ര പേർക്ക് യാക്കോബിനെ പോലെ യേശുവിൻ്റെ ആരുമശിഷ്യനായി മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട്? പലപ്പോഴും പേരിലും പെരുമയിലും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതല്ലാതെ യേശുവുമായിട്ടടുത്തൊരു ബന്ധം, യേശുവുമായിട്ട് അഭേദ്യമായൊരു ബന്ധം, നിത്യസ്നേഹത്താൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു കാന്തൻ തൻ്റെ മണവാട്ടിയെ വേളി കഴിച്ച് തന്നോട് ചേർക്കുന്ന ആ ബന്ധത്തിൽ യേശുവുമായിട്ടാകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും അതിൽ പലരും വീഴ്ച വരുത്തിയതായി വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ കാര്യത്തിലും പല സമയങ്ങളിലും നാമും വീഴ്ച വരുത്തുന്നതായി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വീണ്ടും കർത്താവ് നമുക്കൊരവസരം തരികയാണ്.
പത്രോസിന് കൊടുത്തതുപോലെ ഒരവസരം പൗലോസിന് ലഭിച്ചതുപോലെ ഒരു വലിയ അവസരം നമുക്ക് ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി നിലനിൽപ്പാൻ, അവന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഒരവസരം നമുക്ക് ഭൂമിയിൽ ഇനിയും അവശേഷിക്കുന്നു. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ആമേൻ, നിങ്ങൾ യാക്കോബിനെ പോലെ ഉറച്ച തീരുമാനം, യാക്കോബിനെ പോലെ യേശുവിൻ്റെ അരുമശിഷ്യനാകുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ജീവിതത്തിലെ കഷ്ടതയുടെയും നിരാശയുടെ നടുവിൽ യേശു യായിറൂസിൻ്റെ മകളെ വിടുവിച്ച് ആ നിരാശ നിറഞ്ഞ വീട്ടിൽ സന്തോഷം കൊണ്ടുവന്നതുപോലെ, ആമേൻ, നിൻ്റെ ജീവിതത്തിൽ, നിരാശ നിറഞ്ഞ ജീവിതത്തിൽ, കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ, പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ യേശു കടന്നു വന്നാൽ അവിടെ നിറവുണ്ടായിരിക്കും, അവിടെ ഉണർവുണ്ടായിരിക്കും, അവിടെ സന്തോഷമുണ്ടായിരിക്കും. യേശു കടന്നു വരുവാൻ നിൻ്റെ ജീവിതമാകുന്ന ഹൃദയത്തിൻ്റെ കവാടം നീ തുറന്നു കൊടുക്കുമോ? യേശുവിനെ ഹൃദയത്തിൽ നീ സ്വീകരിച്ച് അതേ നിരാശയുടെ അനുഭവം മാറി നിത്യസന്തോഷം പങ്കിടുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും ഓർക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്? എൻ്റെ ജീവിതം ഇങ്ങനെയായിത്തീരുവാൻ കാരണം എന്താണെന്നൊക്കെ ചിന്തിക്കുന്നുവെങ്കിലും യഥാർത്ഥമായ സത്യത്തെ കണ്ടെത്തുവാൻ താല്പര്യപ്പെടാതെ ജീവിതത്തിൻ്റെ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നീ ആയിത്തീരുകയാണ്. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, യേശുവിന് അത്ഭുതം ചെയ്യുവാൻ യാക്കോബും പത്രോസും തൻ്റെ പടക് വിട്ടുകൊടുത്തതുപോലെ, യേശുവിന് അത്ഭുതം നടത്തുവാൻ യായിറൂസ് തൻ്റെ ഭവനം വേർതിരിച്ചതുപോലെ, യേശു കടന്നു വന്ന് നിൻ്റെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ നിൻ്റെ ജീവിതത്തിൽ നീ വേർതിരിക്കുന്നുവെങ്കിൽ, നിൻ്റെ നിരാശ സന്തോഷമായി, നിൻ്റെ ഇല്ലായ്മയെ, നിൻ്റെ കുറവുകളെ നികത്തി അതിനെ ഉള്ളതാക്കി തീർക്കുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് ഈ അനുഭവത്തിലൂടെ ഞാൻ ഉറപ്പ് പറയുകയാണ്. യാക്കോബിൻ്റെ അനുഭവത്തെ നാം നോക്കുക. അതേ അവസാന നാളിൽ ഹെരോദ രാജാവിൻ്റെ പടയാളികൾ അവൻ്റെ ശരീരത്തിലൂടെ ആ വാൾ കുത്തിയിറക്കുമ്പോൾ പോലും അവൻ വേദനിച്ചില്ല. പകരം അവനൊരുക്കിയിരിക്കുന്ന നിത്യസന്തോഷം ആത്മീയ കണ്ണുകൊണ്ട് കണ്ട് അതിനുവേണ്ടി വാഞ്ചയോടുകൂടെ കാത്തിരിക്കുവാൻ അവന് കഴിഞ്ഞു എന്നുള്ളത് വേദപുസ്തകം ഉറപ്പ് പറയുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യാക്കോബ് അപ്പോസ്തലൻ്റെ മരണം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുവാനിടയായത്. ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര പേർക്ക് ഇതിന് സാധിക്കുന്നുണ്ട്? ആമേൻ. യേശു കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, യേശുവിന് വേണ്ടി തയ്യാറായി അവന് വേണ്ടി പ്രവർത്തിപ്പാൻ, അവൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, അവൻ്റെ വരവിനെ ഏറ്റവും സമീപത്തിലേക്ക് ആക്കി തീർക്കുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അവൻ നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ, അവൻ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞില്ലായിരിക്കാം, കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കാം. എന്നാൽ ഇപ്പോൾ മുതൽ വചനം പറയുന്നത് പോലെ ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. ഇപ്പോൾ മുതൽ യേശു കർത്താവിൻ്റെ നിലനിൽപ്പാൻ ഒരു തീരുമാനം ഹൃദയത്തിലെടുക്കുക. യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ആ തീരുമാനം എടുത്തിരിക്കുന്നവർക്കായി കണ്ണുകളടക്കട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കേൾപ്പിച്ച സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ സന്ദേശം കേട്ട വ്യക്തികളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യാക്കോബിനെ പോലെ കർത്താവെ നിലനിൽപ്പാൻ, വിശ്വസ്തയോടെ നിലനിൽപ്പാൻ, യേശു കർത്താവിൻ്റെ അരുമശിഷ്യനായി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ നികത്തി, ഇല്ലായ്മയെ നികത്തി യേശു നിത്യതയിലേക്ക് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, കൃപയാൽ സൂക്ഷിച്ചാട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.